ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാഹ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയലുള്ള പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ബന്ദാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത്. അവിടെ ബന്ദാറിലെ ബ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടത്. ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ വന്നത്. ഇവിടെ എന്താ രാവിലെ തന്നെ നല്ലൊരു വൈബാട്ടോ, നല്ലൊരു ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതാണ് ബ്രൂണയിലെ ബന്ദാറിലുള്ള കമ്പോങ്ങയർ എന്ന് പറയും. കമ്പോങ്ങയർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള വീട് എന്നാണ് കേട്ടോ. ഈ കാണുന്ന ഇതൊക്കെ വെള്ളത്തിൻ്റെ മുകളിലായിട്ടാണ് ഈ കാണുന്നത്. വെള്ളത്തിലാണ് ഈ വീടുകളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ കമ്പോങ്ങയർ എന്നാണ് ഇതിന് പറയുക. ഒരുപാട് വീടുകൾ, 5000-ഓളം വീടുകൾ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. വെള്ളത്തിൽ പിന്നെ 12 സ്കൂളുണ്ട്, പള്ളികളുണ്ട്, പോലീസ് സ്റ്റേഷന്, ഫയർ സ്റ്റേഷന് എല്ലാം ഉണ്ട് അതിൽ. ആ വെള്ളത്തിൽ തന്നെ ആ ഒരു ഗ്രാമത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ആ വെള്ളത്തിലുണ്ട് കേട്ടോ. അവിടുന്ന് ഇങ്ങനെ നടപ്പാതകളൊക്കെ ഉണ്ട് ഓരോ വീട്ടിൽ നിന്ന് ഓരോ വീട്ടിലേക്കൊക്കെ ആയിട്ട്. പിന്നെ ബോട്ടിംഗ് സർവീസും ഉണ്ട്. ആൾക്കാരെ അവിടുന്ന് കരക്കിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിങ്ങും ഉണ്ട്. ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ രാവിലെ തൊട്ടേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതിലൂടെ. പിന്നെ ഇതാണ് വെള്ളത്തിലുള്ള ഇങ്ങനെ മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ നീക്കുന്ന സംഭവമാണ്. വേസ്റ്റൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ അവർ അതിൽ വണ്ടിയിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ നല്ല അത്ഭുതമായിട്ട് തോന്നും. മരത്തിൻ്റെ തടി കഷ്ണങ്ങൾ വെച്ചിട്ട് അതിന് മുകളിലൊരു വീടാക്കിയിട്ട് അങ്ങനെയാണ് അവർ താമസിക്കുന്നത് കേട്ടോ. ഇതിൽ നന്നായിട്ട് ക്രോക്കോഡിലുള്ള ഒരു വെള്ളമാണ് ഇത്. പക്ഷെ ഇതുവരെ അവിടെ വീടുകളൊക്കെ ഉണ്ടായിട്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടായിട്ടില്ല. കമ്പോങ്ങയറിലേക്ക് നമുക്ക് അതിൽ മൊത്തം അവിടെ മൊത്തം വെള്ളത്തിലൂടെ പോയിട്ട് കാണിച്ചു തരും. ആ വീടുകൾ മൊത്തം ബോട്ടിൽ കയറിയിട്ട് നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും ബോട്ടിൽ. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ബോട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. വെള്ളത്തിലിറങ്ങുന്നത് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് തന്നെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് വീടുണ്ട് കേട്ടോ, 5000-ഓളം വീടും സ്കൂളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ രാവിലെ വെറുതെ നടക്കാനായിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു. ഫിഷ് മാർക്കറ്റിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതിയിട്ട് അവിടെ ഇങ്ങനെ നടക്കാൻ വന്നപ്പോഴാണ് നല്ല രസമുള്ള കാഴ്ച കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തേട്ടോ. ഇതാണ് ബ്രിഡ്ജ്, ബന്ദാർ ബ്രിഡ്ജാണ്. കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ അവിടുത്തെ സ്റ്റോപ്പാണ് കേട്ടോ. ഈ സ്റ്റോപ്പിൽ ആളുകൾ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇത് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ബോട്ട് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിലൂടെ ഇറങ്ങിയിട്ടാണ് അങ്ങനെ ബോട്ടിൽ കയറുക. നമ്മളവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ആ സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് ബോട്ടുകൾ വന്ന് നമ്മളടുത്ത് വന്ന് ചോദിക്കും, വേണോ എന്നിങ്ങനെ ചോദിക്കും. നമ്മളങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ഓരോ സമയത്ത് ഓരോ റേറ്റ് പറഞ്ഞിങ്ങനെ നിർബന്ധിക്കും. അപ്പോൾ അവരിതാ ബോട്ട് ഇങ്ങനെ നമ്മൾ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ബോട്ട് ബുക്ക് ചെയ്യലാണ്. ഇങ്ങനെ ടൂറിസ്റ്റുകൾക്കായിട്ട് വേറെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അവർ കയറുന്നത് നോക്കിയൊക്കെ എനിക്ക് പേടിയാണ് കയറാൻ, അതുകൊണ്ട് ഞങ്ങൾ കയറിയിട്ടില്ല. അവരിങ്ങനെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവാട്ടോ.
നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ആ സൈഡിൽ നിന്നിട്ട് ഇനി അതിൻ്റെ ഇതേക്ക് പോകുമ്പോൾ തിരിച്ച് പോകുമ്പോൾ കാണുന്നത് ആ വീടുകളൊക്കെ കാണുന്നത് വെള്ളത്തിൻ്റെ മുകളിലാട്ടുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തൊരു ഭാഗമുണ്ട്, ആ ഭാഗത്തൂടെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോവാട്ടോ. അപ്പോൾ വീടുകളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ചുറ്റിലും. അതൊക്കെ ഇങ്ങനെ ബോട്ടിൽ പോയിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒറിജിനൽ കിട്ടുക, പക്ഷെ പേടി കൊണ്ട് കയറിയിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട്. ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ. രാവിലെയൊക്കെ പോയി നിന്നാൽ നല്ലൊരു വ്യൂ ആണ്. കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ പോയിട്ടാ. പിന്നെ വേറൊരു ദിവസം കുട്ടികൾക്ക് പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണിത് കേട്ടോ. അതിൻ്റെ നൈറ്റ് വ്യൂ ആണിത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടുന്ന് നോക്കിയാൽ ഇസ്താന സുൽത്താൻ്റെ പാലസൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.